പൂർത്തിയാക്കുകയാണ്. ഇന്ത്യൻ സമുദ്ര അതിർത്തികൾക്ക് പൂർണ്ണ പ്രതിരോധ കവചമൊരുക്കി തദ്ദേശീയ കപ്പൽ നിർമ്മാണ രംഗത്തെ കുതിച്ചുചാട്ടവുമായി ഭാരതം. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് GRSE നിർമ്മിച്ച നാവികസേനയുടെ അടുത്ത തലമുറ പെട്രോൾ കപ്പലായ INS ശ്രുതി വിജയകരമായി നീറ്റിലിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത്, മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ നേട്ടം. കടൽ കൊള്ള വിരുദ്ധ ദൗത്യങ്ങൾ, സമുദ്ര നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് അത്യാധുനിക കരുത്തു പകരുന്ന INS ശ്രുതിയും 110-ലധികം യുദ്ധക്കപ്പലുകൾ നാവികസേനയ്ക്ക് കൈമാറിയ GRSEയുടെ വിപ്ലവകരമായ വളർച്ചയും കാണാം അമൃത ഭാരതത്തിന്റെ പ്രത്യേക റിപ്പോർട്ടിലൂടെ. ടൺ ഭാരവും 113 മീറ്റർ നീളവുമുള്ള ഈ അത്യാധുനിക കപ്പൽ മണിക്കൂറിൽ 23 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ്. INS ശ്രുതി പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നെക്സ്റ്റ് ജനറേഷൻ പെട്രോൾ വെസൽ. മുൻ തലമുറയിലെ സരയു, സുകന്യ ക്ലാസ് കപ്പലുകളേക്കാൾ കൂടുതൽ പ്രവർത്തനക്ഷമതയും ആയുധശേഷിയുമുള്ളതാണ് ഈ യുദ്ധക്കപ്പൽ. ഗ്രേറ്റ് ബെയർ നക്ഷത്ര സമൂഹവും ലൈറ്റ് ഹൗസും ആലേഖനം ചെയ്ത എംബ്ലത്തോടെയാണ് INS ശ്രുതി നീറ്റിലിറങ്ങിയത്. ചടങ്ങിൽ സംസാരിക്കവേ തദ്ദേശീയ കപ്പൽ നിർമ്മാണത്തിന്റെ വിജയമായിരുന്നു വൈസ് അഡ്മിറൽ സഞ്ജയ് സാധു അടിവരയിട്ടു പറഞ്ഞത്. The next generation offshore petrol vessels, including Shruti right in front of us, will add significantly to these capabilities that I was talking about. These ships have been designed as very versatile platforms for a wide range of missions, be it maritime surveillance, protection of offshore assets, coastal security, search and rescue, and humanitarian assistance and disaster relief, HADR. With their modern systems and technologies, these vessels will enhance our ability to maintain a secure and stable maritime environment across our vast area of responsibility. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കാരണം തദ്ദേശീയ കപ്പൽ നിർമ്മാണ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് ഭാരതം കൈവരിച്ചത്. ഇന്ത്യയുടെ 8500 നോട്ടിക്കൽ മൈലിലധികം വരുന്ന വിശാലമായ സമുദ്രതീരത്ത് സുരക്ഷ ശക്തമാക്കാൻ ശ്രുതിക്ക് സാധിക്കും. സമുദ്ര നിരീക്ഷണം, കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ തടയൽ, തീരദേശ സുരക്ഷ, തിരച്ചിലും രക്ഷാപ്രവർത്തനവും എന്നിവയ്ക്ക് പുറമെ പ്രത്യേക സൈനിക ദൗത്യങ്ങൾക്കും ഈ കപ്പൽ സജ്ജമാണ്. ലളിതമായ നാവിക ദൗത്യങ്ങൾക്ക് പുറമെ ആധുനിക റഡാറുകളും സെൻസറുകളും കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസും അടങ്ങിയ ഈ കപ്പൽ ഒരേ സമയം ആശുപത്രിയായും എമർജൻസി കമാൻഡ് സെന്ററായും പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ്. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ GRSEയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണിത്. 1961 ഭാരതത്തിന്റെ ആദ്യ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS അജയ് നിർമ്മിച്ചു നൽകി ചരിത്രമുള്ള GRSE ഇതുവരെ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനുമായി 110-ലധികം യുദ്ധക്കപ്പലുകളും 800ഓളം മറ്റു യാനങ്ങളും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. 2026 മെയ് മാസത്തിൽ സംഘമിത്ര എന്ന ആദ്യ പെട്രോൾ കപ്പൽ നീറ്റിലിറക്കിയതിന് തൊട്ടു പിന്നാലെ വെറും 3 മാസത്തിനുള്ളിലാണ് രണ്ടാമത്തെ കപ്പലായ ശ്രുതിയും കൊൽക്കത്തയിലെ ഷിപ്പ്യാർഡിൽ നിന്നും നീറ്റിലിറക്കിയത്. GRSEയും ഗോവ ഷിപ്പ്യാർഡും ചേർന്നാണ് നാവികസേനയ്ക്കായുള്ള 11 നെക്സ്റ്റ് ജനറേഷൻ ഓഫ്ഷോർ പെട്രോൾ വെസലുകൾ നിർമ്മിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ സാങ്കേതികമായി ഉയർന്ന നിലവാരമുള്ള യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വരാനിരിക്കുന്ന പദ്ധതികളിലൂടെ കൂടുതൽ അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളും സ്റ്റെൽത്ത് കപ്പലുകളും നിർമ്മിച്ചു നൽകാൻ GRSE സജ്ജമായി കഴിഞ്ഞു. സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം സമുദ്ര വ്യാപാര പാതകളിൽ തടസ്സമില്ലാത്ത ചരക്ക് നീക്കവും സുരക്ഷയും ഉറപ്പാക്കാൻ INS ശ്രുതി ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയ കരുത്താകും. മെയ്ക്ക് ഇൻ ഇന്ത്യ വഴി പ്രതിരോധോപകരണങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി ഭാരതം മാറുമ്പോൾ നീലക്കടലിൽ ഇന്ത്യയുടെ വിജയം വിളിച്ചോതുകയാണ് ഇത്തരം തദ്ദേശീയ നിർമ്മിതികൾ.